ഹലോ ഗൈസ്, പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. സോ ആദ്യം നമുക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയ ശേഷം പിന്നെ വൈകിട്ടാണ് നമുക്ക് ഹോളിൽ പരിപാടി ഉള്ളത്. സോ ആദ്യം പള്ളിയിൽ പോയി തിരിച്ച് വന്ന് പിന്നെ നമുക്ക് ഹോളിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗോ ടു ദി ചർച്ച്. ഗൈസ്, അപ്പോൾ നമ്മളിതേ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പള്ളിയിൽ കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ചേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ താലി കെട്ടിന് ശേഷം ഇനിയിപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ മന്ത്രകോടി കൊടുക്കുകയാണ്. സോ അത് ചേച്ചിയുടെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അതിന് ശേഷം നമുക്ക് കുർബാന ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ശേഷം നമ്മൾ വൈകിട്ടാണ് ഇവിടെ നമ്മുടെ പരിപാടി. സോ നമ്മൾ ആ ഒരു ഹോളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഹോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടലനായിട്ടുള്ള ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മഴയായി ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാലക്കുടിയിലുള്ള ഹാർട്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു നമ്മളെ പരിപാടി ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഔട്ട്ഫിറ്റ് ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ ആ ഒരു ഡ്രിങ്കിങ് ഏരിയയിലേക്ക് പോവുകയാണ് ഗൈസ്. സോ നമ്മൾ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. സോ ജോയ് ആൻഡ് സോണറ്റ് അവിടെ ഇത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. സോ ഹോള് നല്ല കിടിലൻ ഹോളാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഹാർട്ട് ലാൻഡ് കൺവെൻഷൻ സെൻറ്റർ. സോ ചേട്ടനും ചേച്ചി ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഇതേ അവർ റെഡിയായി നിൽക്കുകയാണ്. സോ ചേട്ടൻ ചേച്ചിനെ കുറിച്ചും ചേച്ചി ചേട്ടനെ കുറിച്ചും ഇപ്പോൾ പറയുന്നതായിരിക്കും. ായിട്ടുള്ളൊരു കൊച്ചായിട്ടാണ് ഞാനന്ന് പരിചയപ്പെട്ടത്. പിന്നെ പതുക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെക്കാളും വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു ആളാണ്. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിരുന്നു, അതിലും അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഇംപ്രഷൻ. ഞാനും അതുപോലെ തന്നെ, ഞാൻ സൈലന്റ് ആണെങ്കിൽ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ക്ലാസ്സിലൊക്കെ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി വർത്തമാനം പറയാതെ ഇരിക്കില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോ എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഇംപ്രഷൻ തന്നെ ഇപ്പോഴും ഉണ്ട്. ആരംഭത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഞാൻ എങ്ങനെയാണോ ആളെ ഇഷ്ടപ്പെട്ടെ അതിൽ ഒരു തരത്തിലും സ്വഭാവത്തിലും ഒരു മാറ്റം ഇല്ലാതെ എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. സോ താങ്ക് യു ഗൈസ്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ചേട്ടൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുതുശ്ശേരി ഫാമിലിയാണ്. സോ ആ ഒരു ഫാമിലി ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡാൻസ് പരിപാടിയാണ്. സോ ഗൈസ്, അതിന് ശേഷം ചേട്ടൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ചേട്ടൻ്റെ പപ്പയും മമ്മിയും പപ്പയുടെ ചേട്ടനും അനിയന്മാരും അവരുടെ ഭാര്യമാരൊക്കെ കൂടിയുള്ള ഒരു ഡാൻസ് പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വക ഒരു കിടിലൻ പാട്ടാണ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടേഴ്സ് എടുക്കാൻ പോയി ഗൈസ്. സോ സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് സമോസയും ഫ്രഞ്ച് ഫ്രൈസാണ് ഗൈസ്. സോ അതെടുത്തിട്ടുണ്ട്. അടുത്ത് വന്നത് എവിടെ ഇരുന്നപ്പോൾ അതേ നമ്മുടെ ചേട്ടൻ്റെ കസിൻസിൻ്റെ വകയുള്ള ഡാൻസ്, ചേട്ടൻ്റെ അനിയനും പിന്നെ ചേട്ടൻ്റെയും അനിയന്മാരുടെയൊക്കെ മക്കളൊക്കെ കൂടിയുള്ള ഡാൻസ് പ്രോഗ്രാമാണ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് എടുക്കാൻ വന്നിരിക്കുകയാണ്. സോ നമുക്കിവിടെ അപ്പമുണ്ട്, പത്തിരിയുണ്ട്, താറാവ് കറിയുണ്ട്, പിന്നെ നമുക്കിവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി സാധനം ഉണ്ട്. സോ നമ്മളത് ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് കഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രൈഡ് റൈസ്, ബീഫ്, ടൊമാറ്റോ ചിക്കൻ, പിന്നെ പോർക്ക് ഉണ്ട്. സോ അതും കൂടി കഴിക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ കല്യാണ പരിപാടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഗൈസ്. വന്നപ്പോൾ ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്, ലേറ്റായി ഗൈസ്. സോ കുഴപ്പമില്ലാത്ത നല്ല ഫുഡും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി, എവരി വൺ ഈസ് ഹാപ്പി. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ അടിപൊളി വ്ലോഗ് ആയിരുന്നു. എല്ലാവർക്കും ബൈ.